എല്ലാവരും കാത്തിരുന്ന പ്രൊമോ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നു. ജിൻഡോൻ്റെ ആ തലയണ ടാസ്കിലെ ആ ജഡ്ജ്മെൻറ്റ് പലരും ചോദിക്കേണ്ടതെന്ന് എന്താ ലാലേട്ടൻ എന്താ ചോദിക്കാതെ, അതിനെപ്പറ്റി ചോദിക്കാതെ എന്താണെന്ന് കുറേ പേര് ചോദിക്കേണ്ടത് കമൻറ്റ് ബോക്സിൽ എല്ലാത്തിനും ചോദിക്കേണ്ടതെന്ന്. ഇപ്പോൾ അതിൻ്റെ പ്രൊമോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ സാധാരണ ചോദിക്കേണ്ടതെന്ന് എങ്ങനെയുണ്ട് ജിൻഡോൻ്റെ ജഡ്ജ്മെൻറ്റ്, ജിൻഡോ എന്താണ് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കണം. അപ്പോൾ ആദ്യം അപ്സര എന്ന് പറഞ്ഞത് മോശമാണ്, അത് നല്ല ജഡ്ജ്മെൻ്റ് അല്ല, ജിൻഡോനെ മോശമാക്കിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അവിടെ എന്താണ് നന്നായിട്ടല്ല നോക്കിയത്, പെർഫോം ചെയ്ത് ശരിയല്ല, നമ്മൾ ജയിക്കേണ്ട ടീമാണ്, അങ്ങനെ ഇങ്ങനെ കുറേ ഇവരുടെ ടീമിനെ പറ്റി പൊക്കുകയും ജിൻഡോനെ പറ്റി താഴ്ത്തി, ജിൻഡോയുടെ ജഡ്ജ്മെൻറ്റ് പോരാ, ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, വേറെ ആരെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. അപ്പോൾ ജിൻഡു തിരിച്ച് അറിയില്ല, നമ്മുടെ ജിൻഡപ്പൻ അറിയില്ല, തിരിച്ച് നല്ല മറുപടി പറയുമെന്ന് അറിയില്ല. അപ്പോൾ ജിൻഡപ്പൻ പറഞ്ഞു, ലാലേട്ടാ അത് ശരിക്കും തലയണല്ല, അത് തല വെച്ചാൽ തല പൊട്ടിപ്പോയി. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിലും തലയണ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം, അത് തറയെ മുട്ടാൻ പാടില്ല, അങ്ങനെ തലയണമാണ്. ഇവരെ തലയണ ഒന്ന് രണ്ടെണ്ണം മാത്രമേ അത്ര ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം മഹാമോശമാണ്, തലയണ കൊള്ളൂല, എൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഞാൻ കറക്റ്റായിട്ട് വിശ്വസിക്കുന്നില്ല ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ തകർത്താടുണ്ട്. അപ്പോൾ തന്നെ അപ്സര ചമ്മിപ്പോയി. അവിടെ ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്, അതൊക്കെ കണ്ട് ജിൻഡോൻ്റെ വർത്താനമൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേകൻ ചോദിച്ചു, അഭിഷേക് ഈ സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത്, ജിൻഡോന്റെ ജഡ്ജ്മെന്റ് അത്രയും പോരാ, അത്ര നല്ലതല്ല. അപ്പൊ ജിൻഡോ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ശരിയല്ല, ഇവർ തലയണൊട്ടും ശരിയായിരുന്നില്ല, അത്ര വലിപ്പവും ഇല്ല, ചെറിയ തലങ്ങാണിയായിരുന്നു. അപ്പൊ തലയണ എന്ന് പറയുമ്പോൾ കിടക്കുമ്പോൾ സുഖം വേണം, സോഫ്റ്റ് വേണം, അതിനെക്കുറിച്ച് തലയണനെ കുറിച്ച് ഫീച്ചേഴ്സൊക്കെ ജിൻഡോ ഒന്ന് പറഞ്ഞടിക്കുന്നുണ്ട്. അപ്പൊ ലാലേട്ട് അതുകൊണ്ട് ചിരിക്കുന്നുണ്ട്, റസ്മിനും കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ അതിനോട് അപ്സര പറഞ്ഞിട്ട് ഇരിക്കും, മതി കൈന് പറഞ്ഞാൽ മതി, ആട്ടണ പോലെ ജിൻഡോനാ. അന്ന് റസ്മി പറഞ്ഞില്ലേ ഒരു കളിയാക്കിയിട്ടുണ്ട്, എന്താണ് ജിൻഡോ ഇതുപോലെ പറഞ്ഞപ്പോൾ മതി നിർത്തിക്കോ എന്ന് പറഞ്ഞ് റസ്മിന് ഇതുപോലെ പറഞ്ഞില്ല, ആയിട്ട് നല്ല ചീത്തയും കിട്ടിയിട്ടുണ്ട് റസ്മി. അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്സരയും കാണിച്ചത്. അപ്സര ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറി ഡൗണായി വരുന്നുണ്ട്, പ്രേക്ഷകർക്ക് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്സര ടോപ്പ് 5 കയറാൻ ചാൻസ് ഉള്ള ഒരാളായിരുന്നു, ഫസ്റ്റ് 2-3-4 വീക്കോടെ അത് ഉറപ്പിച്ചിരുന്ന ആളാണ്. പക്ഷേ വൈൽഡ് കാർഡ് എൻട്രി വന്ന ശേഷം അപ്സര നമ്മൾ ഡൗൺ ആയിട്ടുണ്ട്. ഈ വീക്കിൽ എവിക്ഷൻ വരാനും ചാൻസ് ഉള്ള ആളാണ്. ഒരു 70% അപ്സരന് പോകാൻ ചാൻസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും.